ബിജെപി നേതാവ് വി മുരളീധരൻ പാലക്കാട് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ജനങ്ങളുടെ പിന്തുണ ഈ സമരത്തിന് വേണ്ടി ആർജിക്കാനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ 5 ദിവസം നീണ്ടുനിന്ന സമരയാത്ര ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. മറ്റൊരു വിഷയത്തിലെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു യുവാവ് അറസ്റ്റിലായി. ഏതാണ്ട് 1000 കോടി രൂപയുടെ അടുത്ത് കേരളം കണ്ട ഒരു വലിയ തട്ടിപ്പാണെന്ന് പറയുന്നു. എല്ലാ രാഷ്ട്രീയക്കാർക്കും പണം കൊടുത്തുന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അതിൽ ബിജെപിക്കുള്ള പേരൊക്കെ പണമല്ല അവർ ഇടപെടലൊക്കെ കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇടപെടുമ്പോൾ അവരോടൊപ്പം ഇടപെടുന്ന സമയത്ത് ഒരു ജാഗ്രത കാണിക്കേണ്ടതല്ലേ? അല്ല, അതാണ് CPM ചെയ്യേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ആർക്കൊക്കെ സംഭാവന കൊടുത്തു, ഏതൊക്കെ പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളതിൽ അന്വേഷണം നടത്തണ്ട എന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPക്കാരെ രക്ഷിക്കാനല്ലോ അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുക. ആ ഉത്തരവിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും പണം വാങ്ങിയിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അപ്പോൾ CPM നേതാക്കന്മാരാണ് ഈ തട്ടിപ്പുകാരൻ്റെ പങ്കാളിയായിട്ടുള്ളത്. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭാവന കൊടുത്തവരെക്കുറിച്ച്, സംഭാവന വാങ്ങിയവരെക്കുറിച്ച് അന്വേഷണം നടത്തണ്ട. പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് അന്വേഷണം നടത്തണ്ട എന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ നേരത്തെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. അത് സംസ്ഥാന സർക്കാർ ചെയ്യാത്തതിൻ്റെ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണത്തിലും CPM നേതാക്കന്മാരുടെ പങ്കാളിത്തത്തിലും കൊള്ളവിഹിതം പറ്റിയിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായതുകൊണ്ടാണ് ആ അന്വേഷണം ആ രീതിയിൽ പോകാത്തത്. AN രാധാകൃഷ്ണൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ആളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. AN രാധാകൃഷ്ണൻ ഒരു സംഭാവനയും വാങ്ങിയതായിട്ട് ഇതുവരെ പോലീസിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ CPM-ന്റെ രാഷ്ട്രീയ കരട് പ്രമേയവുമായി ബന്ധപ്പെട്ടൊരു സംവാദം നടക്കുന്നുണ്ട്. BJP-യുടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ കരട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു സീറ്റുള്ള പാർട്ടി, ആ പാർട്ടി ഈ രാജ്യത്തുള്ള സർവ്വ പാർട്ടികളെ കുറിച്ചും വിലയിരുത്തൽ നടത്താൻ എന്ത് അധികാരം, എന്ത് അർഹതയുണ്ട് അവർക്ക്? ആ വിലയിരുത്തലിന് എന്ത് പ്രാധാന്യമുണ്ട്?